ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ ഷിബിലി മോനെ നമ്മുടെ മുല്ലപ്പൂ മരത്തുമ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫിനിമോൾക്ക് തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനത് ഇതെടുക്കുകയാണേ. അങ്ങനത്തെ ഇന്ന് പുട്ടും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് 30-ാം തീയതി അല്ലേ. അപ്പോൾ ഇന്ന് അംഗനവാടിയിൽ പ്രവേശനോത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ നേരത്തെ തന്നെ ചെല്ലാൻ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെയും പണിയുണ്ട് കേട്ടോ. അവിടെ 9 മണിക്ക് കൗൺസിലർ എത്തും. അവിടെ കുട്ടികളെ സ്വീകരിക്കണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അവിടെ അലങ്കരിക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെയും പണിയുള്ളതല്ലേ, അപ്പോൾ ടീച്ചറോട് തേങ്ങ തരാൻ പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് ചിരകി കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ തേങ്ങ ടീച്ചർ തന്നു കേട്ടോ. അതിതാ ചിരകാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ല, അത് പിന്നെ ഫിനിമോൾ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് അംഗനവാടിയിൽ പ്രവേശനോത്സവമായിട്ട് പിന്നെ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പരിപാടിക്കും ടീച്ചർ വിളിക്കുന്നതാണ് കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ടീച്ചർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ എൻ്റെ അടുക്കള പണികളൊക്കെ അവിടെ ഇട്ടുകൊണ്ട് ഞാൻ ടീച്ചർക്കുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പായസം വെക്കാനുള്ളതല്ലേ. അപ്പോൾ അവർക്കുള്ളത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു. ഞാനും ഫിനിമോളും കൂടി അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അംഗനവാടി. അപ്പോൾ അംഗനവാടിയിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിബിലിമോനെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇന്ന് അവനില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മദ്രസയിൽ നിന്നും പുറത്ത് മദ്രസയൊക്കെ കൊണ്ടുപോയതാണ് കേട്ടോ. അവനെ സാഹിത്യോത്സവത്തിന് കൊണ്ടുപോയതാണ്. അവനക്ക് 3-4 പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് രാവിലെ പോയതാണ്. അത് കാരണം അവനക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അംഗനവാടി നല്ല സൂപ്പറായി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ അവിടെ കൊണ്ടു കൊടുത്തോണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ അലങ്കരിക്കാനൊക്കെ ടീച്ചർ കൂടെ കൂടിയിട്ടോ. അതിനുശേഷം ഇവിടം പണിയുള്ളതല്ലേ, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇക്ക വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നു. പിന്നെ ആദ്യം തന്നെ അടിച്ചു വാരാണേ. എനിക്കാണെന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും നമ്മളെ വീട്ടിലത്തെ പണി വിട്ടോട്ട് എവിടേക്കെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവരവിടെ പിന്നെ ചെയ്യട്ടെ എന്ന് വെച്ചു. ഞാൻ എൻ്റെ പണി മുഴുവനാക്കണം കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് തുടക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോഴാണ് നമ്മൾ ഫിനിമോളത് മഫ് എടുത്തുകൊണ്ട് അവൾ അങ്ങനെ തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും പൈസ കഴുകട്ടെ എന്ന് വിചാരിച്ചു. അവളെ വെറുതെ നിൽക്കില്ല, ഷിബിലി മോനെ ഇല്ലാഞ്ഞിട്ട് അവൾക്ക് എന്തോ ബോറടിക്കട്ടോ. അവനെപ്പോഴാണ് വരിക വരിക എന്നങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാൻ. അവന് പോയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ചോദ്യം തുടങ്ങിയിട്ടോ. അവനെപ്പോഴാണ് വരിക എന്നുള്ളത്. അവനെങ്ങനായാലും ഇന്ന് വരുമ്പോഴേക്കും പിന്നെ 8-8:30 ഒക്കെ ആവും കേട്ടോ. ഇതുവരെ അങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുക, എന്നാ സ്കൂൾ തുറക്കാമെന്നായിരുന്നു കേട്ടോ. ഇതുവരെയുള്ള ചോദ്യം. ഏതായാലും സ്കൂൾ തുറക്കാറായില്ലേ. ഇവൾക്ക് എന്താണെന്നറിയോ, വീട്ടിലിരുന്നിട്ട് ടൈം പോവണ്ടേ. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്കും പിന്നെ മുത്തച്ഛന്മാരെ വീട്ടിലേക്കൊക്കെ ഉണ്ട് ടൈം പാസിന് വേണ്ടി പോവാറ്. അങ്ങനത്തെ എൻ്റെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കൂടിയും കഴിഞ്ഞതിന് ശേഷം ഒന്ന് അംഗനവാടിക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ പോയി. അപ്പോഴേക്കും അംഗനവാടിത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വിളിക്കായിരുന്നു കേട്ടോ. പായസം ഉണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ ടീച്ചർ തന്ന പായസം കുടിച്ചുകൊണ്ട് പിന്നെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരിത്തിരി വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ച് അത് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പൊട്ടാറ്റോ ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കുകയാണേ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന ടൈമിലൊക്കെ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത് വഴറ്റിയത് വന്നതിന് ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ചു പാർന്നു. പിന്നെ ചോറ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കുടഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ചോറ്. അപ്പോൾ ഇതൊരു എളുപ്പപ്പണിക്കും വേണ്ടി ചെയ്താണ് കേട്ടോ ഞാൻ. പിന്നെ മാങ്ങച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.